അപ്പോൾ ഇന്നൊരു ബിസി ഡേ ആണ്. കുക്കിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഞാൻ കുക്കിംഗ് ആയിരുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ട് കുക്ക് ചെയ്ത് വെക്കും, അങ്ങനെയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്? അതിനൊരു റീസൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പുകുട്ടനെ അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. എൻ്റെ ചേച്ചിയുടെ മോനാണ് അപ്പുകുട്ടൻ്റെ പേര് ഏബൽ എന്നാണ്. ഏബൽ അപ്പോൾ കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് നമ്മുടെ US വിസ കിട്ടി. അപ്പോൾ ഇങ്ങോട്ട് വരികയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചൊരു ഭയങ്കര ഹാപ്പിയസ്റ്റ് ഡേ ആണ്. അവൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. അങ്ങനെ ഗോഡ് ഗ്രേസ് അവന് US വിസ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വിസ എന്ന് പറഞ്ഞാൽ US വിസയാണ്. ഏതായാലും ഞങ്ങൾ അപ്ലൈ ചെയ്തു. അവന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിസ കിട്ടി. ഇറ്റ് വാസ് എ ബിഗ് ബ്ലെസ്സിങ്. അപ്പോൾ അവനിന്ന് വരികയാണ്. അതിനായിട്ടാണ് ഞാനിതെല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കണ്ടല്ലോ, ഞാൻ കുറേ സാധനങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുക്കിംഗ് ഇവിടെ പുരോഗമിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് എയർപോർട്ട് തൊട്ടടുത്താണ്. ഒരു 15 മിനിറ്റ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ എയർപോർട്ട് ടു ഹൗസ്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടായാലും ഞങ്ങൾക്ക് പോയാൽ മതി. അപ്പോൾ അവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ അപ്പോസിനോട് പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നീ ഞങ്ങളെ ഫോൺ ഓൺ ആക്കിയിട്ട് ഞങ്ങളെ വിളിക്ക്, അപ്പം ഞങ്ങളങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ അവനതനുസരിച്ച് വിളിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുക്കിംഗ് നടക്കുകയാണ്. ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം അപ്പോസിന് സാമ്പാർ ഇഷ്ടമാണ്. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നു. സാമ്പാറിനകത്തെ മിക്ക സംഭവങ്ങളും നമ്മുടെ ബായ്ക്കാടിലെയാണ്. കോവയ്ക്കയുണ്ട്, പിന്നെ മുരിങ്ങക്കോലുണ്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ പൊട്ടറ്റോ, ക്യാരറ്റ്, ചേമ്പ്, ഇത് നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ബാക്കി എല്ലാ സംഭവങ്ങളും തന്നെ, കുമ്പളങ്ങ, അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ സാമ്പാർ, ഓർഗാനിക് സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബീഫ് ഓൾറെഡി ഉണ്ടാക്കി കേട്ടോ. ബീഫെന്ന് പറഞ്ഞാൽ കോട്ടേജ് സ്റ്റൈലിലുള്ള ബീഫ് ഉലർത്തിയതാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള ബീഫ്, അത് ഓൾറെഡി ഉണ്ടാക്കി. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാണ്. ഇനി ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. ക്യാബേജും ക്യാരറ്റോടെ തോരൻ ഉണ്ടാക്കണം. പിന്നെ എനിക്കൊരു പയർ തോരൻ ഉണ്ടാക്കണം. നമ്മുടെ ഈ ഉണക്കപ്പയറുണ്ടല്ലോ, റെഡ് കളറുള്ള, അതുണ്ടാക്കണം. വൻപയർ എന്ന് പറയും, അതുണ്ടാക്കണം. പിന്നെ ഫിഷ് ഫ്രൈയും മോരും അതൊക്കെ മമ്മി ഉണ്ടാക്കും. അപ്പം നമുക്ക് എല്ലാം ഇവിടെ റെഡിയാവും. ഇവിടെ ഞാൻ നല്ല ഫ്രഷ് കറിവേപ്പില പറിച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കറിക്കകത്തൊക്കെ ഇടാനായിട്ട്. എനിക്ക് സാമ്പാർ റെഡിയായി കഴിയുമ്പോഴത്തേന് ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. അത് ഇനി കട്ട് ചെയ്യാൻ പോവാണ്. ക്യാബേജിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും കൂടി ഇടുന്നുണ്ട്. ക്യാബേജ് ആൻഡ് ക്യാരറ്റ് തോരൻ അടുത്തായിട്ട് നമുക്ക് ഉണ്ടാക്കണം സാമ്പാർ കഴിയുമ്പോഴത്തേന്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി കടുക് പൊട്ടിച്ചാൽ മതി. ഇവിടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ പുളിക്ക് വേണ്ടി നമ്മൾ വാളംപുളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്, അതിട്ടു. പിന്നെ നമ്മുടെ ടൊമാറ്റോ ഇട്ടു. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയായി. അങ്ങനെ നമ്മുടെ ക്യാബേജ് ആൻഡ് ക്യാരറ്റ് തോരൻ, പിന്നെ സാമ്പാർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫ് ഓൾറെഡി ഞാൻ നേരത്തെ ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ എല്ലാം ക്ലീൻ ചെയ്തു. കാരണം നമ്മുടെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ഡിഷ് വാഷറിൽ ഒരു സെറ്റ് വെച്ചു. കുറേ പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നു, ഞാൻ കഴുകി വെച്ചു. അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി. അങ്ങനെ കുറേ പണികൾ കഴിഞ്ഞു. ഇനി കുറേ കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. ഇനി എനിക്ക് അപ്പത്തിന് മാവരയ്ക്കണം. അതിനായിട്ട് അരി വെള്ളത്തിയിടണം. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ വൻപയർ, നമ്മുടെ ചുമന്ന കളറുള്ള ഉണക്കപ്പയർ, അത് നമുക്ക് വെള്ളത്തിയിടണം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ അപ്പത്തിനുള്ള അരി അരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അരച്ചെടുത്തു. പിന്നെ നമ്മുടെ പയർ ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ നമ്മുടെ റെഡ് പയറുണ്ടല്ലോ, വൻപയർ, അത് കുക്കായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഭയങ്കര ബിസി കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് വെച്ചാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മി മോരുണ്ടാക്കി തന്നിട്ടുണ്ട്, പിന്നെ മമ്മി ഒരു പച്ചടി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ നാളെ മമ്മി മീൻ ഫ്രൈ ചെയ്തുകൊണ്ട് വരും, നമ്മുടെ ഫിഷ് ഫ്രൈയും ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുവാണ്. അതിനായിട്ട് ചിക്കൻ ഇവിടെ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. നമ്മുടെ ഗരം മസാല, പെപ്പർ പൗഡർ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് പൊടിച്ച പെപ്പർ പൗഡറാണ്. അതും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ലെമൺ ജ്യൂസും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ ഒരു 1 ഹവറോളം വെച്ച് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിപ്പം നമ്മുടെ ഒരു ഒന്നര സവാള, ഒരു വലിയ ഒരെണ്ണം, ഒരു ഹാഫ് ഒനിയനൂടെ കട്ട് ചെയ്തതേ, ജിഞ്ചർ ഗാർലിക്ക് ഞാൻ ചതച്ചെടുത്തു, പിന്നെ മുളക് ചതച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇവിടെ ചിക്കൻ സ്റ്റൂവിനുള്ള ചിക്കൻ കുക്കായിക്കൊണ്ടിരിക്കുന്നു, ഓൾമോസ്റ്റ് കുക്കായി. പിന്നെ ഇവിടെ ഞാൻ സ്റ്റൂവിനകത്തിടാനുള്ള പൊട്ടറ്റോ കുക്ക് ചെയ്ത് വെച്ചു, പിന്നെ ക്യാരറ്റും കുക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഞാനിവിടെ നമ്മുടെ വൻപയറുണ്ടല്ലോ അതും കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലാം കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇവിടെ രാത്രിയാണ്, ഇതെല്ലാം നാളെയാണ് നമ്മൾ കറിയാക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പം നാളെ ആകുമ്പോൾ അത് എളുപ്പമുണ്ട്. ഇന്ന് എല്ലാം കുക്ക് ചെയ്ത് വെക്കുക, നാളെ കറിയാക്കുക. അല്ല നാളെ എല്ലാം കൂടി ചെയ്യാൻ പോയാൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഞാൻ കിച്ചണെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു, സൈഡെല്ലാം. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വീഴുമ്പോൾ അന്നേരം ക്ലീൻ ചെയ്യും. അങ്ങനെ ഇനി ഇത് ചിക്കനും കൂടെ കുറച്ചുകൂടെ ഒന്നാകാനുണ്ട്. അതുകൂടെ ആയി കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞാൽ ഒരു ക്ലീനിങ് കൂടി ഉണ്ട്. അതോടെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ രാത്രിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ നമ്മളെല്ലാം ബാക്കി പണികളെല്ലാം തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ രാവിലെയാണ്. ഇവിടെ ഞാൻ ചിക്കൻ സ്റ്റൂവിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചായിരുന്നു ചിക്കൻ, അത് കാരണം എളുപ്പമാണ്. പൊട്ടറ്റോ നന്നായിട്ട് വഴറ്റിയെടുത്ത് ചിക്കനിലേക്ക് മിക്സ് ചെയ്യും. പിന്നെ നമ്മുടെ തേങ്ങാപ്പാടികളൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങാം. എനിക്ക് 1 ഹവറേ ഉള്ളതുകൊണ്ട് എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകണം. അപ്പം നല്ല ഗസ്റ്റിൻ്റെ കാര്യം പിക്ക് ചെയ്യാനായിട്ട് പോകണം. ഞാനിവിടെ പൊട്ടറ്റോ മിക്സ് ചെയ്തു, പിന്നെ 1-ാം പാലും ആഡ് ചെയ്തു. അപ്പോൾ 1-ാം പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ ക്യാരറ്റ് ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യും. ക്യാരറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 2-ാം പാൽ ആഡ് ചെയ്യും. അതോടെ നമ്മുടെ സ്റ്റൂവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇച്ചിരി കറി ലീഫ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റൂവിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ക്രിസ്മസിൻ്റെ ഇട്ടിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് സ്റ്റൂവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം, സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിൽ പോകണം. അങ്ങനെ ക്യാരറ്റ് ആഡ് ചെയ്തു, 2-ാം പാൽ ആഡ് ചെയ്തു, കറി ലീഫ് ആഡ് ചെയ്തു. പിന്നെ ഞാൻ ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് കാഷ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാഷ്യൂസ് ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യും. പിന്നെ ഉപ്പും എവരിത്തിങ് കറക്റ്റാണെന്ന് നോക്കിയാൽ മതി. ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം കറക്റ്റാണ്. അങ്ങനെ നമ്മുടെ സ്റ്റൂവിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പത്തിൻ്റെ മാവ് പൊങ്ങിയിരിപ്പുണ്ട്, അത് നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് വന്നിട്ട് അപ്പം ഉണ്ടാക്കുന്നുള്ളൂ, അല്ലെ അപ്പം തണുത്തു പോകും. അങ്ങനെ ഗൈസ്, അപ്പുക്കുട്ടൻ്റെ ഫോൺ ഇപ്പോൾ വന്നു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തെന്ന്. അപ്പം ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പൂസിനെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ കുക്കിംഗ് ഒക്കെ നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. ജോലി കഴിഞ്ഞ് വന്ന് കുക്കിങ്, ലേറ്റ് സ്ലീപ്പിങ് ഒന്നും പറയണ്ട. അങ്ങനെ ഞാനാണ് ഇന്ന് നേരത്തെ എഴുന്നേക്കെന്ന് വിചാരിച്ചാൽ ലേറ്റായും പോയി. പിന്നെ പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് ഒക്കെ തീർത്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഗസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയുന്നത് അപ്പുക്കുട്ടനാണ്. അപ്പുക്കുട്ടനെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, വീഡിയോ കാണുന്നവർ കുറച്ച് പേർക്കൊക്കെ അറിയാം. എൻ്റെ ചേച്ചിയുടെ മോനാണ്, അവനെ കാനഡയിൽ പഠിക്കുകയാണ്. അപ്പം 2 വീക്സ് കോളേജിൽ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞൊരു അവധിയുണ്ട്, 2 വീക്സ് വെക്കേഷൻ. അപ്പോൾ അതിന് ഇങ്ങോട്ട് വരികയാണ്. അവനങ്ങനെ വിസ ഒക്കെ കിട്ടി ഇങ്ങോട്ട് വരികയാണ്. വിസ കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നത് 3-4 മാസമായി. പിന്നെ കോളേജിൽ വെക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 വീക്സ് ഉണ്ട്. അപ്പം വരികയാണ്. അപ്പം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു
2 വീക്സെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്തോ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു 2 വീക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവരുടെ എക്സാം കഴിഞ്ഞ് 2 വീക്സ് ഉണ്ട് ഇപ്പം. പിന്നെ ഇന്ന് കറക്റ്റ് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ്. ഇന്നലെ മുതൽ തുടങ്ങി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ കൺവെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് റാസായൊക്കെയാണ്. ഏതായാലും അപ്പുകുട്ടൻ അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റും, അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പം ഇന്ന് നമുക്ക് ഈവനിങ്ങിൽ അതിനൊക്കെ പോകണം. പിന്നെ നാളെയാണ് പെരുന്നാൾ, മാതാവിൻ്റെ പെരുന്നാൾ. ഞങ്ങളുടെ പള്ളി മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. അപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഫ്ലൈറ്റ് ഓൾറെഡി ലാൻഡ് ചെയ്തു. നമുക്കിവിടെ എയർപോർട്ട് അടുത്താണ്, ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ 15 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ചെല്ലും. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്നപ്പുകുട്ടനെ പിക്ക് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയേ. അപ്പൂൻ്റെ ഫ്ലൈറ്റൊക്കെ ഓൺ ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എത്തി. അപ്പൂനെ ഞങ്ങൾ കണ്ടു. നമുക്കിവിടെ ബാഗേജ് ക്ലെയിം വരെ പോകാം കേട്ടോ. അപ്പു ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടില്ല, പക്ഷേ അപ്പുകുട്ടനെ ഞങ്ങൾ കണ്ടു. ഹസ്ബൻഡ് അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് നാട്ടിലെ പോലെയല്ല കേട്ടോ, ഇവിടെ വരെ നമുക്ക് ചെല്ലാം ബാഗേജ് ക്ലെയിം വരെ. കേട്ടോ ഞങ്ങളിവിടെയുണ്ട്. അപ്പുകുട്ടനാണ്ട് നിൽക്കുന്നു. അങ്ങനെ ഗായ്സ് ഞങ്ങൾ അപ്പുകുട്ടനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ വണ്ടിക്കകത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അവനോരോ ടെസ്ലായ ഒന്നൊക്കെ കാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ അപ്പുകുട്ടനെ നമ്മൾ US വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാറ് നമ്മളിവിടെ ഗരാജിൽ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. കാരണം അല്ലെങ്കിൽ അവിടെ നമ്മൾ പാർക്ക് ചെയ്താൽ നമ്മൾ ആ എയർപോർട്ടിൻ്റെ അവിടെ ഫ്രണ്ടിലായിട്ട് പാർക്ക് ചെയ്താൽ ആളാരെങ്കിലും അതിനകത്ത് ഇരിക്കണം, അല്ലെ അവർ ടിക്കറ്റ് അടിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഗരാജിൽ, നമ്മുടെ എയർപോർട്ട് ഗരാജിൽ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. അവനേതാണ്ട് കാറ് കണ്ടുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിനിയും പെട്ടെന്ന് തന്നെ വന്നതാലും നോ ഡിലേ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോവുകയാണേ. അവനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അല്ലടാ വിശക്കുന്നു. എളുപ്പം വീട്ടിൽ പോയി നമുക്ക് കഴിക്കാം. അതാണോ സൈബർ ട്രക്കോ? എന്നാൽ ഇവിടെ ഒരു സൈബർ ട്രക്ക് ഉണ്ട്, നമുക്ക് അതുകൂടെ കാണാം. സൈബർ ട്രക്കാണ്. ഈ ആമ്പിള്ളേർക്കല്ലേ ഇതിനോടൊക്കെ ക്രൈസ്. അപ്പം ഞങ്ങൾ തന്നെ ഇവിടെയുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ടോള് കണ്ടോ, നമ്മളെ വണ്ടിയെ ടോൾ ടാഗ് ഉള്ള നമുക്ക് വിട്ടു പോവാം. ടോൾ ടാഗ് ഇല്ല പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. Just only up to here. It's a big difference. അയ്യോ, അവനിങ്ങനെ ജീസസിനെ പോലെ മുടിയൊക്കെ അയ്യോ, അതെ കുറച്ചു മുടി ഹാഫാക്കി. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് വീട്ടിൽ പോകാൻ മാളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കൊരു സാധനം മേടിച്ചിട്ട് പോയി. അതുമേ മാളിൻ്റെ അടുത്തൂടെ നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഓർത്ത് മാളിൽ കയറി വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. വെൽക്കം ടു മാൾ. നമ്മൾ ബെർലിംഗിന് കയറി നമുക്കൊരു സാധനം വാങ്ങിക്കണം, അല്ല പിന്നെ സമയം കിട്ടത്തില്ല. നമുക്ക് നാളെ വേണ്ട ഒരു സാധനമാണ്. മേടിച്ചുകൊണ്ട് നമ്മൾ പോകുന്നതായിരിക്കും.
ഹോളോവിൻ്റെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇത്ര നേരത്തെ. ഓഗസ്റ്റായി, സെപ്റ്റംബർ, ഒക്ടോബർ. ഞാൻ വീഡിയോ എടുക്കുന്ന കുറ്റം പറഞ്ഞുകൊണ്ട് 2 പേര് വരുന്നുണ്ട്. ഒരാൾ ഒളിച്ചിരിക്കുക. എൻ്റെ ഹസ്ബൻഡ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഒളിച്ചിരിക്കും. അങ്ങനെ ഞങ്ങളൊരു ക്വിക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പുക്കുട്ടിനെ വീട്ടിൽ പോലും കയറ്റാതെ മാളി വന്നു. വീട്ടിലേക്ക് പോവുകയാണ്. നമുക്കതിന് വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നേരെ വീട്ടിലേക്ക് പോകാം. No cut, not delete. അപ്പോൾ സ്ട്രൈറ്റ് ഹോം. അങ്ങനെ വീട്ടിലെത്തി. വെള്ളം കുടിക്കുവാണ്. നമ്മൾ ഗരാജിലെത്തി. ഓക്കെ, വെൽക്കം ഹോം, വെൽക്കം ഹോം. ലഗേജെല്ലാം എടുക്കുകയാണ്. നല്ല ചൂടാ. അങ്ങനെ വീട്ടിലെത്തി. അതെ, വന്നിട്ടില്ലെങ്കിലും നല്ല പരിചയാ. എപ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോ കണ്ട് നല്ല പരിചയമാണ്. ഫിഷ് ഒത്തിരി ചത്തുപോയി. എല്ലാം ചത്തുപോയടാ ഫിഷ്. നമ്മള് പുതിയനെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, പഴയത് പെട്ടെന്ന് പഴയതൊന്നും അതുകൂടെ ശരിയാത്തില്ല, മിക്സിങ് ശരിയാത്തില്ല. ആദ്യം വന്ന് വീട്ടിൽ നോക്കിയാണ്. അമ്മു എല്ലാവരും ഫ്രിഡ്ജിലുണ്ട്. കുഞ്ഞമ്മു എല്ലാവരും ഫ്രിഡ്ജിലുണ്ട്. ചെയ്തിരിക്കുന്നു അപ്പുക്കുട്ടൻ. ഇത് അപ്പുക്കുട്ടൻ. ഈ അപ്പുക്കുട്ടൻ എങ്ങനെ തന്നെ വന്നു ഇവിടെ. ഈ അപ്പുക്കുട്ടൻ അമ്മുക്കുട്ടൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഞങ്ങളിനി ഫുഡൊക്കെ കഴിക്കട്ടെ. അമ്മി എത്തി അപ്പുക്കുട്ടനെ കാണാൻ. രണ്ടുപേരുടെ സമാഗമം വീഡിയോ എടുക്കാൻ ഒത്തില്ല. മമ്മി ഇവിടെ ഇരിക്കേ. അവനത് കഴിക്കുമ്പോൾ നമുക്ക് ചോറെല്ലാം എടുത്ത് വെക്കാം, ലഞ്ച് എടുക്കാം. താൽക്കാലിക ആശ്വാസം. ഇവിടെ എല്ലാരും ലഞ്ച് കഴിക്കുകയാണ്. Cabbage, beef, beetroot thoran, sambar, more, pachadi, fish fry, salmon fry. Mummy's special salmon fry. Fish fry. Yeah, Machi's fish fry. അങ്ങനെ ഗായ്സ്, അപ്പോൾ കുട്ടനെ ഞങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് വന്നു. ഞങ്ങളിപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.